അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തച്ചോട്ടാവ് മഞ്ചാടിയിൽ നമുക്കൊരു വീട് സെയിൽ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് നല്ല വീടാണ്, അതേപോലെ തന്നെ ലക്ഷറി ഹോമാണ്. നമുക്കിത് വരുന്നതെന്ന് പറഞ്ഞാൽ 5 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റാണ്. നമുക്ക് കിഴക്ക് ദർശനമാണ് ഈ വീടിന് വരുന്നതെന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നമുക്ക് 4 ബെഡ്റൂം വരുന്നുണ്ട്, 4 അറ്റാച്ച്ഡാണ്. അതേപോലെ തന്നെ കാർ പാർക്കിംഗ് വന്നിട്ട് 3 കാറുകളുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ ബൈക്ക് വയ്ക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഇവിടെ വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്, നമുക്ക് കിണറും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് കാണാം. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഗേറ്റാണ് കേട്ടോ. സ്ലൈഡിങ് ഗേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ 3 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 കാർ പാർക്കിങ്ങുള്ള ഏരിയ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു കിണർ വരുന്നുണ്ട്. നമുക്ക് ചെടി നടുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് സിറ്റ് ഔട്ട് വന്നിട്ട് നല്ല സ്പേസിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ലക്ഷറി വീടിൻ്റെ ലുക്കാണ് വരുന്നത്. ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ ഈ വീടിന് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീടിൻ്റെ അകത്തോട്ട് പോകാം. അതേപോലെ തന്നെ നമുക്ക് വുഡ് വരുന്നതെന്ന് ഫ്രണ്ട് ഫുള്ളും പ്ലാവാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ടിൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ജിക്സം വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാഡിങ് തേയിലൊട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോറും നമ്മളെ ജനലും കാര്യങ്ങളെല്ലാം വരുന്ന പ്ലാവാണ് കേട്ടോ. ഫുൾ പോളിഷാണ്. അപ്പോൾ നല്ല ഡിസൈനിൽ തന്നെ നമ്മൾ ഡോറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കയറി വരുന്ന ഹാളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാൾ തന്നെ വരുന്നുണ്ട്. നമുക്ക് ജിക്സം ബോർഡും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് TV യൂണിറ്റ്, വലിയൊരു TV യൂണിറ്റാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് വലിയ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈവുഡും കാര്യങ്ങളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലൈവുഡും കാര്യങ്ങളെല്ലാം ഹൈ ക്വാളിറ്റി സാധനമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻ വർക്കായിരുന്നു എല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ഫുൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പോർഷനാണ്. നമുക്കിവിടെ ഡൈനിങ് സെക്ഷനാണ് ഇവിടെ വരുന്നത്. ഡൈനിങ് സെക്ഷനും നമുക്ക് അതേപോലെ തന്നെ ഓപ്പൺ കിച്ചണും നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡൈനിങ് സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഡൈനിങ് സെക്ഷനിലുള്ള മേശയും കാര്യങ്ങളും ഇവിടെയുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാഷ് സ്പേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവഴിയാണ് മുകളിലോട്ട് പോകുന്നത്, നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള വഴി കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ തന്നെ സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെ നമുക്ക് കബോർഡും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. അപ്പോൾ ഡൈനിങ് സെക്ഷൻ കഴിഞ്ഞ് നേരെ വരുന്നത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. നല്ല ലക്ഷറി ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല കിടിലൻ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ. അപ്പോൾ നമുക്കിവിടെ നമുക്ക് വലിയൊരു കിച്ചൺ വരുന്നുണ്ട്. അതേപോലെ അതിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അത്രയും. അതുപോലെ കബോർഡും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുക്കളയിൽ നമുക്ക് ജിക്സം വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയും കിച്ചണും വരുന്നത്. നല്ല സ്പേസും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഒന്ന് കണ്ടാലേ നമുക്ക് പറയാം, ഇത് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. അപ്പോൾ നമുക്ക് നല്ല കബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് പൈപ്പും കാര്യങ്ങളും വരുന്നാലും ടാപ്പും എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വർക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്ര ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമും നല്ല മാസ്റ്റർ ബെഡ്റൂമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ കബോർഡ് വരുന്നുണ്ട്. നമുക്ക് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. നമുക്ക് ജിക്സം വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയൊരു ജനലും വരുന്നുണ്ട്, ഒരു ചെറിയൊരു ജനലും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വലിയ ബെഡ്റൂമിൻ്റെ സ്പേസും കാര്യങ്ങളും വരുന്നത്. നമുക്ക് കബോർഡൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം. അല്ല നമുക്കിവിടെ ഫുൾ ഉപയോഗിച്ചിട്ടുള്ള സെറയാണ് കേട്ടോ. ബാത്റൂം ആയിരുന്നാലും നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ഫുൾ ഉപയോഗിച്ചിട്ടുള്ള ബാത്റൂമിൽ ഫിറ്റിങ്സ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാം സെറയാണ്. നമുക്ക് ഈ ബെഡ്റൂം കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലോട്ടാണ്. ഇതാണ് അപ്പോൾ രണ്ടാമത്തെ നിലയിലോട്ട് പോകുന്ന സ്റ്റെയറും കാര്യങ്ങളും. അപ്പോൾ സ്റ്റെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വുഡും ചെയ്തിട്ടുണ്ട്. ഇത് പോളിഷാണ്. ഇതിൻ്റെ മണ്ടയിൽ വരുന്ന ഫുള്ളും പോളിഷ് തടിയാണ്. ഇതിൽ വരുന്ന ഫുള്ളും ഇരുമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ TV വയ്ക്കാനും നമുക്ക് സിസ്റ്റം വയ്ക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടെറസിലെ ഹാള്. അത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ടെറസിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെയാണ് ഡോർ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് മുകളിൽ 3 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. നമുക്ക് വലിയ തരക്കേടില്ലാത്തൊരു ബെഡ്റൂമാണ് ഇത്. അപ്പോൾ ഇത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അത് അപ്പോൾ ഈ റൂമിൽ മാത്രമാണ് നമുക്ക് കബോർഡില്ലാത്തത്. അപ്പോൾ ഇതാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളും വന്നിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അത് ഇത്രയും വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാനുള്ള ഡോറും ഇതിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ റൂമിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ബാൽക്കണിയിലെ വ്യൂ.
അപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ള ഏകദേശം ഇവിടെ വീടെല്ലാം സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞ വീടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണിയും കാര്യങ്ങളും വന്നിട്ട്. അപ്പോൾ ഗ്ലാഡിങ് നമുക്ക് ടെയിലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ജിക്സം വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. മൂന്നാമത്തെ ബെഡ്റൂം നല്ല വലിയൊരു ബെഡ്റൂമാണ്, നല്ല മാസ്റ്റർ ബെഡ്റൂമാണ്. അതേപോലെ നമുക്കതിൽ കബോർഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട്, നമുക്ക് സൈഡിൽ ജനൽ വലിയൊരു ജനൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാറ്റാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല കാറ്റും കാര്യങ്ങളാണ് രണ്ടാമത്തെ നിലയിൽ വന്നിട്ട്. അതേപോലെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമും നല്ല സ്പേസും കാര്യങ്ങളാണ്, നല്ല വലിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഓപ്പൺ ടെറസാണ് വരുന്നത്. നമ്മൾ ഹാളിൽ നിന്ന് നേരെ ഓപ്പൺ ടെറസിലോട്ട് പോകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസിലോട്ട് പോകുന്ന വഴി. നല്ല സൈലൻ്റ് ഏരിയയാണ്, നല്ല അന്തരീക്ഷമാണ്, നല്ല വായുവാണ്, വലിയ ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വരുന്നത് മഞ്ചാടി ഗ്യാസ് കമ്പനിയുടെ അവിടെ നിന്ന് ഒരു 200 മീറ്റർ മാറിയാണ് ഈ ഫ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ടാങ്ക് വരുന്നുണ്ട് ടെറസിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട് നമുക്കിവിടെ വരുന്നതിന് 2 ടാങ്ക് വരുന്നുണ്ട്. രണ്ടും 750 ലിറ്ററിൻ്റെ 2 ടാങ്കാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ഇവിടെ വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റും കാര്യങ്ങളാണ്, നല്ല അന്തരീക്ഷമാണ്, നമുക്ക് താമസിക്കാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി താഴോട്ടൊക്കെ വീടുകളുണ്ട്, അതെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള 2 വീടിൻ്റെ പണിയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. നമുക്ക് ബാക്ക് സൈഡിൽ വന്നിട്ട് നമുക്കാണെങ്കിൽ നനകല്ലും കാര്യങ്ങളുണ്ട്, അതേപോലെ നമുക്ക് ചെടി നടാനുള്ള നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് കിച്ചണിലെ ഗ്യാസ് കുറ്റിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വെളിയിലാണ് വരുന്നത്. വെളിയിലാണ് നമുക്ക് ഗ്രില്ലടിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെളിയിലാണ് സേഫായിട്ട് വെക്കാൻ പറ്റുന്നത് ഗ്യാസ് കുറ്റി. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 5 സെൻറ്റ് വസ്തുവാണ് വന്നത്. 5 സെൻറ്റ് വസ്തുവിൽ നമുക്ക് 1900 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കിഴക്ക് ദർശനമാണ്. നമുക്ക് ഈ വീട് വന്നിട്ട് കിഴക്ക് ദർശനമാണ്. പിന്നെ ഇതേപോലെ തന്നെ 4 ബെഡ്റൂമാണ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്, 1900 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ 3 കാർ പാർക്കിംഗ് ഉണ്ട്, നമുക്ക് വലിയൊരു കിണറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 72 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് വന്നിട്ട് മഞ്ചാടിയിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. നമുക്ക് തിരുവനന്തപുരം തച്ചടവും മഞ്ചാടിയിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ബൈക്കൊക്കെ വയ്ക്കാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബൈക്ക് വയ്ക്കാൻ എന്നാൽ 3 കാർ, നമുക്ക് 3 കാർ ഫ്രണ്ടിലിടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലോറി കയറുന്ന ഫ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതൊരിക്കലും ബൈ.